ഹലോ, വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എണീറ്റപ്പോൾ തന്നെ ഫസ്റ്റ് വന്നിട്ടുള്ള കോളെന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസിൽ നിന്നായിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ റെഡിയാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ആധാർ കാർഡും പാൻ കാർഡൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കോളായിരുന്നു. അപ്പോൾ ഞാനിത് ആ പോസ്റ്റ്മാനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ നിന്നത് അവസാനം നമ്മളെ ആധാർ കാർഡും പാൻ കാർഡും കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പോസ്റ്റ്മാൻ ഇതാ പോകുന്നത് കേട്ടോ, ഇതാണ് നമ്മളെ പോസ്റ്റ്മാൻ. അങ്ങനെ ഞാനിതാ നമ്മളെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആധാർ കാർഡിൻ്റെയും പാൻ കാർഡിൻ്റെയും ഒക്കെ ഇഷ്യൂവും അത് മാറ്റാൻ വന്ന വിശേഷങ്ങളൊക്കെ ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വ്ളോഗ് കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ആ വീഡിയോ ഒന്ന് പോയിട്ട് കാണാം. ഉമ്മ രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോകുന്നതിൻ്റെ മുമ്പ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിട്ടുള്ള. ഉച്ചക്കത്തേക്കുള്ള പരിപ്പ് കറി, രാവിലത്തേക്കുള്ള ബീഫ് കറി, പുട്ട് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ നമ്മളെ ഡോക്യുമെൻറ്റ്സൊക്കെ വേഗം എടുത്ത് വെച്ചിട്ട് ഇനി വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനിന്ന് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എണീറ്റ് വരുമ്പോഴേക്കും എൻ്റെ അമ്മ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിതാ പുട്ടും ബീഫ് കറിയും കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഇനി ഉമ്മ എനിക്കൊരു പണി തന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ ബീഫില്ലേ, ഇപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബീഫ് കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ. ആ ഒരു പണി മാത്രമേ എന്നെ ഏൽപ്പിച്ച് പോയിട്ടുള്ളൂ. പിന്നെ വീടൊന്ന് ക്ലീൻ ആക്കണം, അത് മാത്രമേ ഉള്ളൂ. ബാക്കി കുക്കിംഗ് പരിപാടികളൊക്കെ അമ്മ ചെയ്തിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത്. കാരണം എനിക്ക് എക്സാമാണ്, അപ്പം പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അമ്മ ഒരു പണിയും അങ്ങനെ എനിക്കെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടില്ല കേട്ടോ. ആകെ ഏൽപ്പിച്ചത് ഈ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അപ്പം ഞാനിതാ ബീഫൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് വേഗം ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ നമ്മൾ ആ ബീഫ് അവിടെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്ന് അടിച്ചു വാരി തുടച്ച് വേഗം ഫ്രഷായിട്ട് ഇനി നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണം. അപ്പോൾ ജൂൺ 24-നാണ് കേട്ടോ എൻ്റെ എക്സാം വരുന്നത്. അപ്പോൾ എക്സാമിൻ്റെ ബാക്കി ഈ വിശേഷങ്ങളൊക്കെ ഞാൻ നമ്മളെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ അനിയത്തി വരുന്ന സമയത്ത് അവൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചക്ക. എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ വരുന്ന സമയത്ത് ഞാനുള്ളപ്പോൾ ചക്ക കൊണ്ടുവരണം. അപ്പോൾ അവൾ വരുന്ന സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ചക്കയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചക്ക കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ ചക്ക കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ് കേട്ടോ. വെറും വയറ്റിൽ ചക്ക കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് വയറുവേദനയൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വേഗം തന്നെ ഞാൻ ചക്ക കഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വേഗം ക്ലീനിങ് പരിപാടികളൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അനിയത്തി കിച്ചണൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട്. ഞാനിതാ നമ്മളെ വാഷ് ബേസിനൊക്കെ വേഗം കഴുകിയിട്ടിട്ടുണ്ട്. അനിയത്തി അവിടെ നമ്മളെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ വേഗം മുകളിൽ നമ്മളെ റൂമൊക്കെ ഒന്ന് പോയിട്ട് അടിച്ചു വാരി തുടച്ചിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിതാ റൂം അവിടെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 മണി 11 മണി ആകുമ്പോഴേക്കും എല്ലാ പണിയും കഴിയും കേട്ടോ. കാരണം ഉമ്മ രാവിലെ തന്നെ നേരത്തെ എണീറ്റ് കുക്കിംഗ് പരിപാടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് പിന്നെ നമ്മൾ എണീച്ച് കഴിഞ്ഞാൽ ഈ ക്ലീനിങ് പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെ പണികളൊക്കെ വേഗം കഴിയും കേട്ടോ. അങ്ങനെ നമ്മളെ ക്ലീനിങ് പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതാ മുകളിലൊക്കെ അടിച്ചു വാരി തുടച്ച് ഫ്രഷായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേഗം കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് ഇനി വായിക്കാനിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുറേ പഠിക്കാനുണ്ട്. പിന്നെ ഞാനിതുവരെ പഠിച്ച ബാക്ക്ഗ്രൗണ്ടൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്കെന്താ പറയുക, നല്ല ടഫായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. ഇതിന്റെ കളറെന്താ? ബറൂണോ? അപ്പം ഞാൻ വായിക്കുമ്പോഴാണെങ്കിലും എഴുതുമ്പോഴാണെങ്കിലും എൻ്റെ കൂടെ തന്നെ എമ്മിയും ഉണ്ട് കേട്ടോ. അപ്പം എമ്മിമോളിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതാണിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിങ്ങനെ കുഞ്ഞ് കൈ ഇങ്ങനെ കാണുന്നത് കേട്ടോ. അങ്ങനെ ഞാനും എമ്മിയും കൂടി പഠിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളിങ്ങനെ ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ലോലിപോപ്പ്, കടല, മാംഗോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നിങ്ങനെ ഞാനും എമ്മിയും കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ അനിയത്തി ഉമ്മ ഇങ്ങനെ ഓരോന്ന് കൊണ്ടുത്തരും, ഞാനിങ്ങനെ കഴിക്കും, വായിക്കും. ഇതാണ് കേട്ടോ പണി. വേറെ ഒരു പരിപാടിയിലേക്കും ശ്രദ്ധിക്കുന്നില്ല. കാരണം നമ്മളെ മുമ്പിൽ ആകെ 1 വീക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 1 വീക്ക് കൊണ്ട് ഞാൻ ഇത്രയും പഠിച്ചെടുക്കണം. പിന്നെ എക്സാമിന് പാസ്സാകാന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കടമ്പ തന്നെയാണ്. കാരണം 100-70 മാർക്ക് കിട്ടിയാൽ മാത്രമേ പാസ്സാവുള്ളൂ. അപ്പം പണ്ടൊക്കെ എന്ന് വെച്ചാൽ 100-70 കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുജിന്നേനും പറയുക. 70 മാർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ SSLCക്കൊക്കെ 100-30, 21 അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു മാർക്ക് കിട്ടിയാൽ മതിയല്ലോ പാസ്സാൻ. പക്ഷേ ഈ ഒരു CPC എക്സാമിന് 70 മാർക്ക് എന്ന് കേട്ടിട്ട് തന്നെ എനിക്ക് പേടിയാണ്. എന്താവുന്നൊന്നും അറിയില്ല. എന്തായാലും പഠിക്കുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റാവുന്നതുപോലെ പഠിക്കുന്നുണ്ട്. അങ്ങനെ പഠിക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ അമ്മ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മയും എമ്മിമോളും കൂടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ മുടിയൊക്കെ വാർന്നെടുത്തിട്ടുണ്ട് എമ്മിമോക്ക്. അങ്ങനെ പിന്നെ
ഉമ്മ അതാ നമ്മളെ ഈ റോഡ് സൈഡിൽ നിറയെ വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഇതേപോലത്തെ മീനുകൾ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ അങ്ങനെ മീനിനെ വലൊന്നും വെച്ച് പിടിച്ചാല, ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ പൊത്തിയെടുക്കൂല, അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ മീനിനെ പിടിച്ചിട്ട് നമ്മൾ കിണറ്റിലിടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇപ്പം നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമ്മളെ ഫ്രണ്ടിലൊക്കെ വെള്ളമുണ്ട് കേട്ടോ. വീട്ടിലേക്കൊന്നും വെള്ളം കയറില്ല, അങ്ങനെ മുകളിൽ നിന്നൊക്കെ ഒലിച്ച് വരുന്ന വെള്ളം ഇങ്ങനെ നമ്മളെ വീടിന് മുമ്പിലൂടെയാണ് പോവുക. അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ കുറേ മീനുകളും ഇങ്ങനെ പോകും കേട്ടോ. അപ്പം അമ്മ ഇങ്ങനെ നോക്കി നിന്നിട്ട് പോയിട്ട് ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ വെള്ളം തെറിപ്പിച്ചിട്ട് അങ്ങനെ പിടിക്കൂലേ, അങ്ങനെ മീൻ പിടിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതെന്ന് പറയണത്. അങ്ങനെ ഇപ്പം നമ്മളെ കിണറിൽ കുറേ മീനുകളുണ്ട് കേട്ടോ. നമുക്ക് വീഡിയോയിൽ അത് കാണാൻ കഴിയൂല, പക്ഷേ കുറേ മീനുകൾ അമ്മ അങ്ങനെ പിടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ കിണറിൽ വെള്ളമൊക്കെ ഫില്ലാവാനായിട്ടുണ്ട്. ഏകദേശം 3/4 ഭാഗത്തോളം ആയിട്ടുണ്ട് കേട്ടോ വെള്ളം. അങ്ങനെ ഞാനിതാ ഇവിടെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഒരാളിതാ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് നിന്ന് മാറിയിരിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല, അവളെൻ്റെ പുറകെ തന്നെയാണ് കേട്ടോ. താത്തൻ്റെ മക്കളും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൂടെ കളിച്ചോളും. അല്ലെങ്കിൽ ഞാനും അനിയത്തിയും മാത്രമാണ് എൻ്റെ വീട്ടിൽ നിന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൾ എൻ്റെ പുറകെ തന്നെ ആയിക്കോട്ടെ. അല്ലെങ്കിൽ ഉമ്മെങ്കിലും വേണം, അല്ലെങ്കിൽ അവളെൻ്റെ പുറകെ പോകില്ല. അപ്പോൾ അതുകൊണ്ട് അവളിങ്ങനെ സൈഡിൽ ഇരുന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാനൊരു സൈഡിൽ നിന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാ നല്ല അടിപൊളി ഒരു മഴ പെയ്തിട്ടുണ്ട്. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴയാണ്. അങ്ങനെ ഞാനും ഈ മോളും കൂടെ ആ മഴയെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. മഴ കണ്ടപ്പോൾ തന്നെ ആൾ നല്ല ഹാപ്പിയാണ്, ആൾ പാട്ടൊക്കെ പാടി അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം മഴയൊക്കെ നോക്കി നിന്ന് പിന്നെ എമ്മിമോൾ ഇങ്ങനെ ഉറങ്ങാനുള്ള ആ ഒരു മൂഡിലേക്ക് അങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചു എമ്മിമോളെ വേഗം ഉറക്കിയിട്ട് കുറച്ചിരുന്ന് വായിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മളെ ഈ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഈ റംബൂട്ടാൻ്റെ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നിറയെ കായ ഉള്ളത് കാണുന്നത് കേട്ടോ. ഈ അടുത്ത് പൂവിട്ടിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു, നിറയെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ ഫസ്റ്റ് ടൈമാണ് റംബൂട്ടാൻ ഇങ്ങനെ കായകളൊക്കെ വരുന്നത്. അപ്പം എന്താവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ റംബൂട്ടാൻ ഉണ്ടായിട്ട് ഇൻഷാ അല്ലാഹ് കാണിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ വരുവാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ ഉച്ചക്കായപ്പോഴേക്ക് എൻ്റെ ഒരു കസിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസിൻ വന്നപ്പോൾ അനിയത്തിയും കസിനും കൂടെ നമ്മളെ കൊടുവള്ളിക്ക് പോവാണ് കേട്ടോ, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ കസിനും അനിയത്തിയും കൂടി ഇതാ കൊടുവള്ളിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവർ പോകുന്നത് കണ്ടിട്ട് ഇതാ അവിടെ ഒരാൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം അവൾ ഏതായാലും കുറച്ചൊരു ഉറക്കിൻ്റെ മൂഡും ഉണ്ട്, അപ്പോൾ അവളെ വേഗം ഉറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാനും അവളും കൂടെ പോയി കുറച്ച് നേരം കരഞ്ഞ് പിന്നെ ആൾ കിടന്നുറങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ എമ്മിമോൾ ഉറങ്ങുന്ന സമയത്ത് പിന്നെ ഞാൻ മെല്ലെ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഇരുന്നു കേട്ടോ. കാരണം എമ്മിമോൾ ഉറങ്ങുന്നത് കണ്ടാൽ ചിലപ്പോൾ ഞാനും കിടന്നുറങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം എന്ത് ചെയ്തു, എമ്മിമോളെ മെല്ലെ വാതിലൊക്കെ അടിച്ചിട്ട് ഞാൻ പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ സിറ്റ് ഔട്ടിലിരുന്ന് അങ്ങനെ വായിക്കുകയാണ്. അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ വീടിൻ്റെ സൈഡിലുള്ള വയലിൽ ഇതാ കുട്ടികൾ ഇങ്ങനെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് കേട്ടോ. നല്ല ചെളിയിലാണ് അവർ കളിക്കുന്നത്, നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനതിങ്ങനെ ബോറടിക്കുന്ന സമയത്ത് അവരെ കളി ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. അങ്ങനെ കളിയും കണ്ട് അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചിലവർക്കൊന്നും ഞാൻ എന്താ പഠിക്കണത് അങ്ങനെയൊന്നും അറിയില്ല എന്ന് തോന്നുന്നുണ്ട്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം, ഞാൻ പഠിക്കുന്നത് ഇപ്പോൾ മെഡിക്കൽ കോഡിംഗ് ആണ്. അപ്പം മെഡിക്കൽ കോഡിങ്ങിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് 1 വീക്ക് ലീവ് എടുത്തിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി എക്സാമൊക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു പോണത്. ഇൻഷാ അല്ലാഹ് നമ്മളെ റിസൾട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നമ്മളെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കും. നമ്മളെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയണതായിരിക്കും. അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ ഇനി അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് ഞാനത് ഇൻക്ലൂഡ് ആക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഇന്ന് രാത്രിത്തെ നമ്മളെ ഫുഡ് എന്ന് പറയുന്നത് നമ്മളെ മൈദ ദോശയും പിന്നെ ബീഫ് കറിയുമാണ് കേട്ടോ. മൈദ ദോശ ഞാനിത് അവിടെ 2 മൈദ ദോശ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ബീഫ് കറി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനും ഉമ്മയും അനിയത്തിയും എമ്മിമോളും എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പം വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഇന്ന് വന്നിട്ടില്ല എന്നല്ല, ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. ഇപ്പം നേരം വൈകിട്ടാണ് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മ അതാ മൈലാഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനങ്ങനെ വലിയ മെഹന്തി ആർട്ടിസ്റ്റൊന്നും അല്ല കേട്ടോ, എനിക്ക് മൈലാഞ്ചി ഇടാനും അറിയില്ല. പക്ഷെ എൻ്റെ മുമ്പിൽ എപ്പോഴും മെഹന്തി കണ്ടു കഴിഞ്ഞാൽ
കൈ മൈലാഞ്ചി ഇട്ട് തരാൻ വേണ്ടിയിട്ട് കൈ അത്രയും ആത്മാർത്ഥതയോടെ നീട്ടിത്തരുന്ന ഒരാളെന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ. ഉമ്മക്ക് എന്ത് ധൈര്യത്തിൽ അമ്മൻ്റെ മുമ്പിൽ കൈ നീട്ടി തരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അമ്മ നീട്ടിത്തരുമ്പോൾ എനിക്കങ്ങനെ ഇത്രയും കോൺഫിഡൻസോട് കൂടിയിട്ട് ഒരാൾ നീട്ടിത്തരുന്നതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അമ്മയ്ക്ക്. അപ്പോൾ എമിമോക്ക് 2 കയ്യിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കയ്യിലുള്ളത് അവൾ ഫുള്ള് കഴുകി കളഞ്ഞ് ഫുള്ള് പരന്നൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഒരു കയ്യിലത് അവൾക്ക് ബട്ടർഫ്ലൈ വേണമെന്ന് പറഞ്ഞിട്ട് ബട്ടർഫ്ലൈ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവൾ പിന്നെ വേഗം തന്നെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ മെഹന്തിയിടലൊക്കെ കഴിഞ്ഞ് ഉമ്മ വന്നപ്പം കുറച്ച് തേൻമിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും മിമോളും കൂടി ഇരുന്നിട്ട് ഇതാ തേൻമിഠായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ രാത്രി ആയിട്ടുണ്ട്. ഇപ്പം എല്ലാവരും കിടന്നിട്ടുണ്ട് കേട്ടോ വീട്ടിൽ. ഉമ്മയും അനിയത്തിയും ഒക്കെ കിടന്നിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കുറച്ച് സമയം കൂടെ വായിക്കാൻ പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പം നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ തണുക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുറേ സമയം ഇരിക്കാൻ കഴിയൂല, എനിക്കിങ്ങനെ തണുപ്പുകൊണ്ട് കിടന്നുറങ്ങാൻ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും വേഗം പോയിട്ട് ഉറങ്ങാമെന്ന്. അങ്ങനെ ഇനി വേഗം ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.